നമസ്കാരം. പിണറായിയുടെ വിശ്വസ്തൻ അഴക്കുള്ളിലായി. രാജഭക്തി കൂടിയാലും ജയിലിലാകും. രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഒരിക്കലും പാടില്ല. അത് വലിയ മിനക്കേടാകും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മിസ്റ്റർ എം.ആർ. അജിത് കുമാർ. പിണറായിയുടെ വിശ്വസ്തർ അഴക്കുള്ളിലായാൽ എം.ആർ. അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന വമ്പൻ പ്രതിസന്ധിയിലാകും. എം.ആർ. അജിത് കുമാറിന് പണി കിട്ടും വിധം റിപ്പോർട്ട് തിരുത്തിയിരിക്കുന്നു ADGPയുടെ ഓഫീസ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച നവകേരള സദസ് രക്ഷാപ്രവർത്തന കേസിൽ കോടതി വിധി ചൊവ്വാഴ്ച പുറപ്പെടുവിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് സെഷൻസ് കോടതി വിധി പറയാൻ മാറ്റിയത്. വധശ്രമ കുറ്റം അടക്കം ചുമത്തപ്പെട്ട പ്രതികളായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാമ്യം ലഭിക്കുമെന്ന കടുത്ത പ്രതീക്ഷയിലാണ്. എന്നാൽ കേസിനെ നടുക്കുന്ന തരത്തിൽ ADGP എം.ആർ. അജിത് കുമാറിന്റെ പോലീസ് ആ ഓഫീസിൽ വെച്ച് തന്നെ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി എന്ന ഗുരുതരമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞത്. മുൻപ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ സമർപ്പിച്ച കൃത്യവും വസ്തുതാപരവുമായിട്ടുള്ള റിപ്പോർട്ട് ADGPയുടെ ഓഫീസിൽ വെച്ച് തിരുത്തി എന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ കോടതിയിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭ്യമായതെന്ന രീതിയിലാണ് റഫറൽ റിപ്പോർട്ടിൽ ADGP ഓഫീസ് തിരുത്തലുകൾ വരുത്തിയത് എന്ന് പറയപ്പെടുന്നു. ഫോട്ടോഗ്രാഫർ സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് എഴുതി ചേർത്ത റിപ്പോർട്ടിൽ പക്ഷെ മർദ്ദനത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. മർദ്ദിക്കുന്ന മറ്റ് ചാനൽ ദൃശ്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ റഫർ റിപ്പോർട്ടിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയിരുന്നു. എന്നാൽ പോലീസ് ഫോട്ടോഗ്രാഫർമാരുടെ യഥാർത്ഥ മൊഴി പ്രകാരം താൻ മർദ്ദന ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ലെന്നും സംഭവം അവസാനിച്ച ശേഷമാണ് അവിടെ എത്തിയത് എന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇതോടെ ADGPക്ക് മേൽ നിയമ നടപടികളുടെ വാൾ തൂങ്ങുകയാണ്. കോടതിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായിട്ടാണ് വാദിഭാഗം എതിർത്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘം അന്ന് കാട്ടിയത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയായിരുന്നു എന്ന് വാദിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ വാഹനം അത് കടന്നുപോയ ശേഷം സുരക്ഷാ സംഘത്തിന്റെ വാഹനം അവിടെ നിർത്തേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉദ്യോഗസ്ഥർ വാഹനം നിർത്തിയിറങ്ങി പ്രതിഷേധക്കാരെ ക്രൂരമായിട്ട് മർദ്ദിച്ചത് എന്ന് വാദിഭാഗം വളരെ കൃത്യമായി വാദിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രകോപനം ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബ എന്ന മുദ്രാവാക്യം മാത്രം വിളിക്കുക മാത്രമാണ് അവർ ചെയ്തത് എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ടാൽ മുഖ്യമന്ത്രിക്ക് അത്രമേൽ പേടിക്കുമോ? ഇതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചോദിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്നതിനായിട്ടത് ദൃശ്യങ്ങൾ ഒരിടത്തും അത്തരത്തിൽ കാണുന്നില്ല എന്നും പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന പ്രതിഷേധക്കാരെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നു എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയത് എന്ന് കൂടി വാദിഭാഗം സമർത്ഥിച്ചു. അപ്പോ മർദ്ദനത്തിന് ഉപയോഗിച്ച നീളം ലാത്തിയെ പറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള സംശയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധാരണഗതിയിൽ ഒരു തോക്കും ബാഗും മാത്രമാണ് നൽകാറുള്ളത് എന്നും ലാത്തികൾ നൽകാറില്ലെന്നും വാദിഭാഗം ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ മർദ്ദനത്തിന് ഉപയോഗിച്ച ഈ നീളൻ ലാത്തി പോലീസിൽ നിന്ന് നൽകിയതല്ലെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ വടി എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള AD തോമസിന്റെ തലയിൽ ഇതേ ലാത്തി കൊണ്ട് ശക്തമായിട്ട് അടിക്കുന്നത് ദൃശ്യങ്ങളുണ്ട്. തലയിൽ ക്രൂരമായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള മുറിവേറ്റ് ഉണ്ടായിട്ടും തുന്നലുകൾ വേണ്ടി വന്നതായിട്ടൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്നുണ്ട്. അടിച്ച രീതി, അടിയുടെ ശക്തി, ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ലക്ഷ്യം വെച്ചത് എന്നിവയെല്ലാം കുറ്റകൃത്യത്തിന്റെ ഗൗരവം അത് വർദ്ധിപ്പിക്കുന്നതാണ്. ഒരടി കൊണ്ട് സുരക്ഷാ ജീവനക്കാർ നിർത്തിയില്ല. തലയ്ക്കടക്കം തുടരെ ജീവാപായം ഉണ്ടാകുന്ന വിധത്തിലാണ് മർദ്ദിച്ചത് എന്ന നിഗമനത്തെ ഫോറൻസിക് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും പൂർണ്ണമായിട്ട് ശരിവെക്കുന്നുണ്ട്. അപ്പോൾ വാദപ്രതിവാദങ്ങൾക്കിടയിൽ വധശ്രമക്കുറ്റം ചുമത്തിയ SITയുടെ നടപടിയെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് സാഹചര്യങ്ങൾക്കിടയിൽ ഉണ്ടായ പെട്ടെന്നുള്ള ഒരു പ്രതികരണമല്ലേ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ സാഹചര്യം നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു മർദ്ദനമെന്നും കൃത്യനിർവഹണത്തിന് അപ്പുറമായിട്ട് സുരക്ഷാ ജീവനക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നുമാണ് ചാർജ് എന്ന് കോടതി നിരീക്ഷിച്ചു. അപ്പൊ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഗൺമാൻമാർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിരുന്നു എന്നും കോടതി ചോദിക്കുന്നുണ്ട്. കേസിൽ മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ കൂട്ടിച്ചേർത്തതിനെയും കോടതി ചോദ്യം ചെയ്തു. മെയ് 30 വരെ പ്രതികൾക്കെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ ജാമ്യം കിട്ടാത്ത കടുത്ത വകുപ്പുകൾ ചുമത്തിയത് എന്തിനാണ് എന്ന് കൂടി കോടതി SITയോട് ചോദിച്ചിട്ടുള്ളൂ. ADGPയുടെ ഓഫീസിൽ നടന്ന റിപ്പോർട്ട് തിരുത്തലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകളും കേസിനെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായിരുന്നു ഇതെന്നും പ്രതിഷേധക്കാരോട് വ്യക്തിവൈരാഗ്യമില്ലായിരുന്നുവെന്നും പ്രതിഭാഗം വാദിക്കുമ്പോൾ നിയമം കയ്യിലെടുത്തുള്ള നഗ്നമായിട്ടുള്ള ആക്രമണമാണ് നടന്നതെന്ന് വാദിഭാഗം അടിവരയിടുകയാണ്. അപ്പോൾ ADGPയുടെ ഓഫീസ് ഇടപെട്ട് തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടിയായപ്പോൾ ചൊവ്വാഴ്ച വരുന്ന കോടതി വിധി കേരള രാഷ്ട്രീയത്തിലും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലും വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്.
അപ്പോൾ പിണറായിയുടെ വിശ്വസ്തരടക്കം അവസാനം അഴക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇത്രത്തോളം രാജഭക്തിയൊക്കെ കാണിച്ചാൽ അവസാനം രാജാവ് പോലും തിരിഞ്ഞു നോക്കാൻ കാണില്ല എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. ജയില് മാത്രമാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് അവസാനത്തെ അഭയസ്ഥാനം.